അൻസാറെ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കണത്? ഇവിടെ ഓരോ ദിവസവും ചൂട് കൂടി കൂടി വരെയാണ്. കുമ്പത്തിൽ ഈ ചൂടാണെങ്കിൽ മീനത്തിലെ ചൂട് എന്താണെന്ന് പറയാൻ പറ്റുമോ? അതല്ല അൻസാറെ, ഇപ്പം തന്നെ ഈ പ്രദേശത്തുള്ള കിണറുകളെല്ലാം വറ്റി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ടാങ്കറിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ടാങ്കറിൽ വെള്ളം എത്തിച്ചേ പറ്റുള്ളൂ. എത്തിക്കണമെന്ന് പറഞ്ഞാൽ അത് എത്തിച്ചേ പറ്റുള്ളൂ. എന്തൊരു ചൂടിത്! ഇവിടെ ചൂടുവെള്ളം കൊടുക്കണ കാര്യമല്ല അത് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ ടാങ്കറിൽ വെള്ളം എത്തിക്കണമെന്ന് RDPക്കാർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കണം. അത് കാര്യങ്ങളുണ്ട് കേട്ടാ. പറയണം കൂടി, വെറുതെ മെമ്പർന്ന് പറഞ്ഞിരുന്നാൽ പോരാ, കാര്യങ്ങൾ ചെയ്യണം. എത്ര പ്രാവശ്യം പറഞ്ഞാലും അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. മെമ്പറെന്ന് പറഞ്ഞങ്ങ് ഇരുന്നാൽ മതി. കോർപ്പറേഷൻ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അതിന് 10 വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫണ്ടില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് പറയുന്നത് ഫണ്ട്. രാഷ്ട്രീയമെന്നും പറഞ്ഞ നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി ഇപ്പൊ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി എല്ലാം കൂടി ഇറങ്ങാൻ പോവാണോ? അയ്യോ എന്റെ പൊന്നെ, ഒരു ഭർത്താവ് ചെയ്യണം നന്മയാ നീ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അതിനെ കുറ്റപ്പെടുത്താതിരിക്കും. എങ്ങനെ? മറ്റവന്റെ പെങ്ങളല്ലേ പോലീസുകാരൻ്റെ, നീ ഇതേ പറയും. ഞാൻ എന്തെങ്കിലും പറയണേ നിങ്ങൾ എന്തിനാ ഉടനെ അവന്റെ മുഖത്തോട്ട് കയറുന്നത്? പറയൂടി, ഞാൻ പറയും. പിന്നെ എങ്ങനെ പറയാതിരിക്കും? 2 ദിവസം മുമ്പ് നമ്മുടെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് രഘു എന്നെ കണ്ട് അവൻ രഘു ചോദിച്ചു ഇവിടെ ക്ലീറ്റോ വിചാരിച്ചാൽ നിന്റെ സസ്പെൻഷൻ മാറ്റി തരാൻ പറ്റൂലെന്ന്. അപ്പോൾ ഇവൻ എടുത്തതിലേ പറഞ്ഞെന്ന്. അയ്യോ, അവനതിനുള്ള ഹോൾഡൊന്നും ഇല്ലെന്ന്. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? അല്ല, ഇത്ര നാളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ചെയ്യണം. ഞാൻ വരാം, വന്നിട്ട് ഓക്കെ. ആരോട് ഫോണിൽ തള്ളി മറിക്കണം? ഇതൊരു സസ്പെൻഷന്റെ കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞേ. എവിടെ കണ്ടൊക്കെ പോയിട്ട് കറങ്ങി തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വന്നു. അവസാനം ഞാനത് ശരിയാക്കി കൊടുക്കും. സസ്പെൻഷൻ നീ ശരിയാക്കി കൊടുത്താ? പിന്നെ എവിടെ സഹോദരൻ പോലീസുകാരുടെ സസ്പെൻഷൻ കൂടെ നീ ഒന്ന് ശരിയാക്കി കൊടുക്കും. നിനക്ക് അത്ര പിടിപാടുണ്ടായി? അച്ഛമ്മി ബൈക്ക് മേടിച്ചാ? ഇല്ല. എന്നാ സസ്പെൻഷൻ ശരിയാക്കണമെന്ന് പറഞ്ഞു. നീ പിന്നെ ആരെ സസ്പെൻഷൻ ശരിയാക്കി കൊടുത്തു പറഞ്ഞത്? അച്ഛമ്മി ബൈക്കില്ലേ, ബൈക്കിന്റെ ഷോക്ക് അബ്സോർബർ, അതിന്റെ സസ്പെൻഷൻ അത് കംപ്ലൈന്റ് ആയിട്ട് ഒരുത്തം വിളിച്ചു മറ്റേ വൈശാഖ്, അത് ശരിയാക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. മനസ്സിൽ കേട്ടാത്തോന്നും എന്തോ വേറെ എന്തോ ഭയങ്കര സസ്പെൻഷൻ ശരിയാക്കി കൊടുത്തു. സംഭവം ശരിയാക്കി പോട്ടെ. വല്ലതും കഴിച്ചാ? നീ രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വഴങ്ങി പിടിച്ചു. അതെ, മീൻ എടുത്തിട്ടുണ്ട്, വറുത്ത മീൻ. ഇങ്ങനെ ഒരു മുതലുള്ള ആഹാരം ഇപ്പൊ വേസ്റ്റ് ആവണ്ടല്ലോ, അതൊരു വലിയ കാര്യം. ഇനി എപ്പോഴാണ് കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഇവിടത്തെ കുടിവെള്ളം മുട്ടിയിട്ടില്ലല്ലോ, നീ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇവിടുത്തെ മുട്ടാത്തത് എന്തുകൊണ്ടാന്ന് അറിയാലോ. ഇവരിച്ചിരി നോക്കാമോ? ഞാൻ അടുക്കളോട്ട് പോട്ടെ. അതിൽ നോക്കിക്കൊണ്ടിരിക്കല്ലോ, അവിടെ ഇരുന്നോളൂ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാതെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാനുള്ളതാണ്. ഉമ്മ ഈ കാർട്ടൂണും കണ്ണീര് സീരിയലും കണ്ടിരുന്നിട്ട് കാര്യമില്ല. തക്കടോ, നിന്റെ അടുത്താണ് ഞാൻ ഈ പറയണത്. ഇതും കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിൽ പൊതുപ്രവർത്തനം ജനസേവനം ചെയ്യാനുള്ളതാണ് കേട്ടാ. കേട്ടാ നീ, ജനസേവനം ചെയ്യാനുള്ളതാണെന്ന്. അങ്ങനെ മുദ്രാവാക്യം. ഇനി കൊണ്ടുപോയി കുടുംബശ്രീയുടെ കഥ പറഞ്ഞു കൊടുക്കും. കണ്ട ഈ ചെടി ഉണങ്ങി, കണ്ട ഈ ചെടി ഇങ്ങനെ ചട്ടിയിലിങ്ങനെ വെച്ചാൽ പോരാ, സമയത്തിന് ദിവസേന അതിൽ വെള്ളം ഒഴിക്കണം. കനകന ഏത് എപ്പോഴേലും ഒന്ന് വെള്ളം ഒഴിച്ചിരുന്നു. ഇപ്പൊ സസ്പെൻഷൻ കിട്ടി വീട്ടിലിരുന്ന് നോക്കിയപ്പോ അവന് വെള്ളം ഒഴിക്കാനും സമയമില്ല. ഞാൻ നേരത്തെ ഈ ചെടികൾക്കൊന്ന് വെള്ളം ഇറങ്ങിയോ കോളേജ് കുമാരൻ? എടാ, ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ചെടികൾക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ എന്താണ് കുഴപ്പം? ശരിയാ. അല്ല, ഞാൻ ഈ പഠിത്തവും കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസിയല്ല, തലക്കകത്ത് ഫുള്ള് അങ്ങനെ പഠിത്തവും. നീ എത്ര പഠിച്ചിട്ടും നിന്റെ തല കയറില്ല. ആദ്യം ഈ തലയുടെ മുകളിലുള്ള ഈ സാധനമൊക്കെ ഒന്ന് വെട്ടിക്കളയും. കാര്യങ്ങളെ ഞാൻ പോയിട്ട് വരാം, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല കേട്ടാ. എടാ, ഈ ചെക്കൻ പുരുത്തം കെട്ട ചെക്കൻ ഇത് നേരാവും തോന്നുന്നില്ല. അല്ല, നിന്നോടും കൂടിയാ പറയുന്നത്. നീ ഇപ്പൊ എന്താ ഈ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കാത്ത? സമയം കിട്ടാൻ ഒഴിക്കണുണ്ടല്ലോ. എടാ, ഈ ചെടികളെ നമ്മൾ സ്നേഹിച്ചാലാണ് ഈ ചെടി നമ്മളെ സ്നേഹിക്കുക. അപ്പൊ ചെടി നമുക്ക് പൂവ് തരും, കായ് തരും, നല്ല ശ്വസിക്കാനുള്ള വായു തരും, പണിയും തരും. പണി തരും. ചീരകൃഷി സ്ഥലത്ത് പണി കിട്ടിയില്ലേ? പുഴുന്നില്ലല്ല. അത് പുഴുപണി തന്നല്ലേ? പുഴുവിന് ആഹാരം കൊടുത്തു കാണൂല. പുഴുവിന് ആഹാരം കൊടുത്തു. തർക്കുത്തരം പറയുന്നത് കേട്ടോ. ഒരു പണി എടുക്കാൻ പറയുമ്പോ തർക്കുത്തരം പറയരുത്. സസ്പെൻഷൻ കിട്ടി ചൊറി കുത്തിയിരിക്കുക, അപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ? പണി മുടക്കാൻ വേണ്ടിട്ട് ഈ നേരത്താണ് എനിക്ക് ചായ കൊടുന്ന് തരാനുള്ളൂ. അതാണ് ഈ സമയത്ത് ഞാൻ കൊണ്ടുവന്ന് എന്നെ പറയണം. വേണേ കുടി. അതെ,
ഇനി ജോലിയിൽ പ്രവേശിക്കുന്നവരെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണ്ട. ആ മൺവെട്ടി എടുക്കുക, എന്നിട്ട് ഇന്റെ കൂടെ വരിക. ആ തൊടിയിലെ പുല്ലൊക്കെ ചെത്തിയിട്ട് ആ തെങ്ങിന്റെ ചോടൊക്കെ ഒന്ന് പിടിക്കുക, ശരീരമൊക്കെ ഒന്ന് നന്നാവട്ടെ. ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്ന പോലെയാണ്. ഞാൻ തന്നെ ഇടയ്ക്ക് അവിടെ താഴോട്ടൊക്കെ പോയി പണി നോക്കുന്നത്. നീ എന്ത് പണി എടുക്കണേ? നീ ഒന്ന് വന്നോക്ക അവിടെ. ഞാൻ അമ്മാവ ഇവിടെ ജീരത്തോട്ടത്തിൽ കറങ്ങി നടക്കുന്ന സമയത്ത് ഇവ താഴത്തെ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനാ. അത് ഈ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ഇവിടെ ഈ മണ്ണൊന്ന് ഇളകണമെങ്കിൽ ഗിരിരാജൻ വരണം. അത് ഇങ്ങനെയല്ലേ, ചെയ്യുകയും ചെയ്യും പറയുകയും ചെയ്യും. ഞാൻ ചെയ്യും പക്ഷെ പറയൂല, അവിടെ നാട്ടുകാർ അറിയില്ല. നീ സരസൻ ചിറ്റപ്പൻ, സരസൻ ചിറ്റപ്പൻ മൂപ്പര് ഈ വഴിക്ക് നോക്കി. പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? ഞാൻ പറഞ്ഞിട്ട് വന്നാണ്ടല്ലോ നിന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ കാണേണ്ടി. എന്ത് സ്വഭാവം? പണിക്കാരന്റെ യഥാർത്ഥ സ്വഭാവം കാണേണ്ടി. ഇത് കുറച്ച് ദിവസത്തിനൊന്നും കാണില്ല. അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവന്റെ ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും. അതെ, കഴിഞ്ഞ മാസം ഞാൻ ഓപ്പോളെ കണ്ടിരുന്നു. അപ്പൊ പറഞ്ഞ ഏതോ ആയുർവേദ ഹോസ്പിറ്റലിൽ ഉഴിച്ചിലിന് കിടക്കാന്നൊക്കെ പറഞ്ഞു. ഓഹോ അതെ, ഞാൻ ഉയ്യാൻ പോയപ്പോഴേ അവര് എന്നെ മൊത്തത്തിൽ പിടിയാണ്. എങ്ങനെ? ചക്കരം ചെയ്യാനാണ് എന്നെ മനസ്സിലില്ല. അയ്യോ ഇതാര് സരസൻ ചിറ്റപ്പനോ? ഇതപ്പോ ഒന്ന് ഇപ്പൊ വന്നാള് ആണോ അസുഖം? നിന്റെ കെട്ടിയവനോടെ ആ നേതാവ് അകത്തുണ്ട്. അതെന്താ അവനിങ്ങോട്ടൊന്ന് വരാൻ പറ. കുറച്ച് കഴിഞ്ഞിട്ട് പോകട്ടെ, ധൃതി വെക്കണ്ട. ധൃതി വെക്കണ്ട, പിന്നെ പോകാന്ന്. വാ അവനിങ്ങോട്ട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. ആ പറയാം. അതെ, എന്റെ കെട്ടിയനങ്ങോട്ട് വിടുന്നപ്പോ കൊള്ളാം. കനകനായിട്ട് തല്ലുംപിടി ഉണ്ടാക്കേണ്ട മയത്തിൽ നിൽക്കാൻ പറയും. ഇനി അളിയനും ഇവിടെ കച്ചറയെന്നെങ്ങാനും പറഞ്ഞാണ്ടല്ല അപ്പൊ നാട് മുഴുവൻ പരത്തും. എന്റെ ക്ലീറ്റോ കുഴപ്പമൊന്നും ഓ പിന്നെ ആരാ ഇതിലെ കുഴപ്പം? എന്ത് കുത്തുന്നത്? മിസ് കോൾ അടിക്കുകയാണ്. അവിടെ ആര് വണ്ടി വന്നു? സരസൻ ചിറ്റപ്പൻ ഒറ്റശേഖരങ്കലത്തെ. വന്നാ ഇങ്ങോട്ട് ഒരാളെ വഴിയൊക്കെ അറിയാമോ? അയ്യ അതെ, കഴിഞ്ഞ വിഷുവിന് ഒന്ന് അയ്യപ്പവിളക്ക് എടുത്തിട്ട് പോയ ടീം. നന്നായിരിക്കുന്നു. ഞാനൊന്ന് കണ്ടിട്ട് വരാം. കുറച്ച് വിശേഷങ്ങൾ ഗൾഫ് ബടായിയൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം കേട്ടോ, അവിടെ പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവനുമായിട്ട് വെറുതെ വഴക്കിന് പോകരുത്. അതെ, എന്നെ ചൊറിയാൻ വന്ന ഞാൻ തിരിച്ച് ചൊറിയൂല, ഞാൻ പിച്ചി മാമ്പും, അത്രേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തോ സരസൻ ചിറ്റപ്പൻ, ഇരിക്കുമ്പോ ചെയ്യരുതെന്നേ പറഞ്ഞോളൂ. അപേക്ഷ ഒന്ന് സ്വീകരിക്കണം. നോക്കാം. ഇങ്ങോട്ടെങ്ങനെ അങ്ങോട്ടങ്ങനെ, അത്രേ ഉള്ളൂ. അവിടെ നില്ല, ഞാനും വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവും. പിന്നെ നീ വന്നില്ല. പിന്നെ ഈ സരസൻ ചിറ്റപ്പനല്ലേടി, ഈ പണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ കരപ്പം വരും. അപ്പോൾ കരപ്പം വരുന്ന സമയത്ത് നമ്മളൊക്കെ ഈ കൈ മൊത്തതൊക്കെ ആകുമ്പോഴേ ഈ സരസൻ ചിറ്റപ്പനെ എടുത്തോണ്ട് പോകണം ആശുപത്രിയിലൊക്കെ. ഭയങ്കര കാര്യമാണ്. വീട്ടിൽ ചെന്നാലും ഭയങ്കര സ്നേഹമാണ്. നല്ല നല്ല മീനും നല്ല ഇറച്ചിയൊക്കെ നല്ല വെച്ച് തരും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ പറയണത് വെച്ചാൽ അതുകൊണ്ട് ചിറ്റപ്പൻ നല്ല മീൻ ഇറച്ചി എന്താ വേണ്ടത് ചെയ്ത് കൊടുക്കണം. മീൻ ഇവിടെ വറുക്കാനും കറി വെക്കാനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒത്തിരി ബീഫ് ഫുഡ് അടിച്ചാലെങ്കിൽ റൊണാൾഡോ ഇട്ടിട്ട് ചേച്ചന് പണിയുണ്ട്. ഇത് വേണ്ടെന്ന് മീൻ കറിയും മീൻ വറുത്തതും പിന്നെ പച്ചക്കറിയും തോരനും മേലെ വെച്ചാൽ പോലെ നല്ലത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ക്ലീറ്റോ ചേട്ടൻ എങ്ങാനും ഇങ്ങോട്ട് വരും, വെറുതെ കയറി മാന്താൻ നിൽക്കരുത്. എന്നെ മാന്ത ഞാൻ ചൊറിയും. ഓ എന്റെ പൊന്നാ. അപ്പൊ ഏട്ടൻ കച്ച കെട്ടി ഇരിക്കാന്ന് തോന്നുന്നു, മുഖം കാണുമ്പോഴേ അറിയാം. എടേ, ഞാനായിട്ട് ഒരു കാര്യം തുടങ്ങൂല. ഇങ്ങോട്ട് വന്നാ ഞാൻ വിടയില്ല. ഏട്ടാ എന്നെ മാന്ത ഞാൻ കടിക്കും. ഞാൻ ആ ചിറ്റപ്പൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം എന്താണെന്നറിയോ, നിങ്ങളെ പോലത്തെ രണ്ടായിരം അളിയന്മാർ ഈ ലോകത്തില്ലെന്ന. വെറുതെ ലോകർ അങ്ങനെ എന്നെ പറയണത്. ലോകർക്ക് ഭയങ്കര ഇഷ്ടമായ അളിയന്മാരാ, അറിയാമോ? പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയോളൂ. നിങ്ങളാണ് കുഴപ്പക്കാരൻ. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല ഞങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ തന്നെ ഞാൻ അവിടെ മിണ്ടായിരിക്കും. അവിടെ ഇത് ഒഴിച്ചാൽ നോക്കട്ടെ, കൊള്ളാൻ നോക്കട്ടെ. പിഴിയണ്ട, എന്റെ കൈവേന എടുക്കണം. ഞാൻ പിടിച്ചോ. വേണ്ട വേണ്ട. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ടേ മാന്തും കേട്ടാ. അത് നീ ആര് എൻ്റെ അടുത്ത് ഉപദേശിക്കണതിൽ അവനെ വിളിച്ച് പറയാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എൻ്റെ പൊന്ന് സരസാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കുടുംബക്കാർ തമ്മിൽ കണ്ടുമുട്ടാനൊരു അവസരം ഉണ്ടാക്കുമായിരുന്നു. അതിനെവിടെ ആ സമയം? ഒന്നിലൊരു കല്യാണം വരണം, അല്ലെങ്കിൽ ഒരു മരണം വരണം. അപ്പോഴാ കുടുംബക്കാർ തമ്മിലൊന്ന് കാണുന്നത് തന്നെ. മാത്രമല്ല പഴയ കാലമൊന്നുമല്ല. ഈ ചിറ്റപ്പനെ മരുമോൻ്റെ റബ്ബർ പിന്നെ അല്ലേ എന്ത് റബ്ബർ പാല്, റബ്ബർ വെട്ടർ, സ്ലാട്ടർ, ഏക്കർ കണക്കിന് വാങ്ങിച്ചിട്ടൊക്കെ അല്ലേ അതെല്ലാം നോക്കണത് ചിറ്റപ്പനല്ലേ. അതിനിടയ്ക്ക് പിന്നെ കുടുംബക്കാരെ കാണാൻ എവിടെ സമയം? അത് മാത്രല്ലല്ലോ, ഇപ്പൊ എന്താ മീൻകുളം ഉണ്ട് എന്നാ പറഞ്ഞു.
ആ നിറച്ച മീനാന്നാ പറഞ്ഞത്. ചെമ്മീനും കരിമീനും. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി അതിന്റെ ബിസിനസ് വേറെ. അത് ശരി. അപ്പൊ തിരക്കോട് തിരക്കാണ് ആള്. എന്നാൽ ഇങ്ങനെ ഒരു മരുവനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. ഭാഗ്യം ചെയ്യണം. നീ പറഞ്ഞ കറക്റ്റ്. ഇടാ കുളം വറ്റി കരിമീനും ഇല്ല, ഒന്നുമില്ല. പിന്നെ റബ്ബർ തോട്ടം വിറ്റ് ഓ മൊത്തത്തിൽ വിറ്റ് അവൻ തരുവ എല്ലാം പുട്ടടിച്ച്. എന്ത് പറയാ, ആ നാണക്കേടൊക്കെ കൊണ്ടല്ലടേ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. ഇതൊക്കെ എപ്പോഴൊക്കെ എപ്പോ സംഭവിച്ചത്? 1 വർഷമായിന്ന്. അല്ല ചിറ്റപ്പ, അവന് ഗൾഫിൽ ബേക്കറിയും നല്ല ബിസിനസ്സൊക്കെ ആയിരുന്നല്ലേ? അവൻ ബേക്കറിലായിരുന്നു, ഇല്ലെന്ന് പറയില്ല. അവിടെ ഇരുന്ന് അങ്ങ് മുതലാളി അവനവൻ അവന് ചുമ്മാ അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അങ്ങ് ഉത്തരവാദിത്വം കൊടുത്തിട്ട് ഇവ അങ്ങ് നടന്ന് അവരെന്തൊരു വേഴ്ച അടിച്ചു. നമ്മുടെ ആ ഒരു ഉത്തരവാദിത്തം കാണിക്കണം, ഇല്ലെങ്കിൽ ആളുകൾ കയറി പണിയും. ആ ഇതാ അപ്പം ജയിലിൽ വരെ ആയിടെ. ഗൾഫിലോ? ഓ ഇപ്പൊ ജയിലിലാണോ? ഇപ്പം ഇവിടെ ഉണ്ടവൻ. ശരി. ഇപ്പൊ എന്താ ചെയ്യണവേ? ഒരു ടിപ്പറിൽ കിളിയാറ്റ് പോണവൻ. അയ്യോ. അല്ല മറ്റേ മോൻ ചെറുക്കം ഉണ്ടല്ലോ സുനിൽ, അവൻ കോൺട്രാക്ട് പണിയൊക്കെ അവൻ്റെ കൂടെ പൊക്കൂടെ അവന്? ഇടേ മുഖത്തോട് മുഖം നോക്കിയാൽ കീരും പാമ്പുമാണ്. പിന്നെ എങ്ങനെ അവൻ്റെ കൂടെ പോയി? എപ്പം നോക്കിയാലും വഴക്കാണെന്ന് ഇവിടെ. ഇവരെന്തിനാ ഇങ്ങനെ തമ്മിൽ കാണുമോ? വഴക്കൂടാൻ കാര്യം എന്താ? ഇടേ വീട്ടിൻ്റെ മുമ്പ് കുറച്ച് വസ്തു ഉണ്ട്, അത് വിറ്റിപ്പം ഞാൻ പൈസ കൊടുക്കണം. അതിനാണ് യുവമാർ തമ്മിൽ അടി. ശരി. സത്യം പറഞ്ഞ നിങ്ങളുടെ അളിയന്മാർ തമ്മിലുള്ള ഒത്തിരിമ കാണുമ്പോൾ എനിക്ക് കൊതിയാവേണ്ട. ഞാൻ ആലോചിച്ചൊരു 10 ദിവസം അവനെ കൊണ്ട് ഇവിടെ നിർത്തിയാലുണ്ടോ, നിങ്ങളെ കണ്ട് പഠിക്കട്ടെ. പഠിക്കാൻ പറ്റിയ അളിയന്മാര്. അല്ല, ഒരു വന്നാ പഠിച്ച നേരാവെന്ന് പറയാം. എന്ത് പറയായിരുന്നു? അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ അളിയന്മാരെ തമ്മിലടിച്ച് മുഖത്തോട് മുഖം നോക്കി അടിയാണ്. ആണോ? എന്താല്ലേ നിന്റെ സസ്പെൻഷനൊക്കെ എന്തരായി? അല്ല അതിന് ഇനിയും കൊറേ കാലം എടുക്കും ചിറ്റപ്പ. അതെന്ത്? അല്ല, അത് ഈ മറ്റേ സർക്കാർ കാര്യമാണല്ലോ, അപ്പൊ അത് അതിൻ്റെതായ ഒരു സമയം എടുക്കുമല്ലോ, അത് പറയായിരുന്നു. അല്ല രാഷ്ട്രീയ നേതാവ് ഇരിക്കേ, ഇവൻ വിചാരിച്ചൊന്നും നടക്കൂലേ? അത് നമുക്ക് ഈ മുഖ്യമന്ത്രിയെങ്കിലും മിനിമം പരിചയം വേണം. നീ നേരത്തെ വന്നപ്പോഴും ഇത് തന്നെയല്ലേ ചോദിച്ചത്? എന്താ തയ്യൽ എങ്ങനെയൊക്കെ പോണ്? നേതാവിന്റെ ഭാര്യയായിട്ട് അങ്ങ് നിർത്തിയാ? തയ്യലുള്ളതുകൊണ്ട് തിന്നും കുടിച്ചും കിടക്കണം. അതെ, അതായത് അവളുടെ തയ്യലുള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോണ്. സസ്പെൻഷൻ ആയതുകൊണ്ട് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അലവൻസ് ഉണ്ടടാ, അലവൻസ് ഉണ്ട്. എന്തിനടാ കൂടുതൽ വരുമാനം? ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാൻ നല്ല പ്രമാണം. അതെ, ഒലക്കെടുക്കേണ്ട സമയമൊക്കെ ആയിരുന്നു. ഇവെന്തൊരു കുറിക്കുന്നത്? അല്ല, ഈ ഒരുമുണ്ടെങ്കിൽ ഒലക്ക വേണമെന്നില്ല, സൂചിയുടെ പുറത്തും കിടക്കാലോ. അതെ, നീ അത് കുടിച്ചിട്ട് അവിടെ വെക്കും, നമുക്ക് പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ എന്നോട് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഒരുവിധം പരിവാവും. അല്ല, ഊണ് റെഡിയാവും. നടക്ക്. നിങ്ങൾക്ക് രണ്ടിനും എന്താണ് കൃമി കടിക്കുന്നുണ്ടാ? ഇച്ചിരി പപ്പായ വെട്ടി കടിച്ചു കൊടുക്കടി. അവനെ തക്കം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ? അവൻ്റെ മുമ്പ് വെച്ചാൽ നിനക്ക് തറുതല്ല പറയണോ? അവൻ പറഞ്ഞത് കേട്ടല്ലേ നിങ്ങളുടെ ഒത്തൊരുമയെക്കുറിച്ച്. ആ കൊണ്ട് തന്നെ തിരിച്ചും പറയിപ്പിക്കണം അല്ലേ? അമ്മ, ആ ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും അത് തന്നെ പറയാനുള്ളത്, എല്ലാവർക്കും ആ ചിന്ത ഉണ്ടാവണം. കഴിഞ്ഞില്ലേ, പോ. ഞാൻ ഇവിടെ സ്ഥിരാമസത്തിന് വന്നേ. സസ്പെൻഷന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ അവരുടെ കാര്യം ഉണ്ടായിരുന്ന അപ്പൊ തന്നെ തിരിച്ചു ഇവിടെ വന്ന് ചോറ് കഴിക്കണേ, എല്ലാം ഇവിടെ വെക്കുന്നത്. അത് വരും. അല്ല, അവനോടെ പോനെ ഏട്ടനൊന്ന് എഴുന്നേറ്റ് വന്നേ, എന്നെ ഒന്ന് അടുക്കള വല്ല സഹായിച്ചു തന്നെ. ഞാൻ വരാം വച്ചേ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടേടാ? എൻ്റെ പൊന്നു ദേവി, ഒരടിയിൽ അവസാനിച്ചില്ല എന്തായാലും. ഇങ്ങനെ നാട്ടിൽ നല്ല പേരുണ്ടല്ലേ? നാട്ടിൽ നല്ല പേരാ. ആ, നല്ല പേര് തന്നെ. നാട്ടിലും അതിയല്ല പേര്, വീട്ടിലൊരു പേരും വേണ്ട. ഏയ്, ആ പറമ്പ് കിടക്കുന്ന കിടപ്പ് കൊണ്ടുപോയി കഷ്ടം തോന്നടാ. ആരെങ്കിലും വിട്ടൊന്ന് കിളത്തെങ്കിലും ഇട്ടുണ്ടടാ. ഈ കൃഷിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലേ എപ്പോഴും ഒരാൾ കൂടെ വേണം. ഇവിടെ ഇവർക്കൊക്കെ ഇവിടെ സമയെന്നേ. ഒരുത്തർ സ്റ്റേഷനിലെ പോലീസ് എന്നും പറഞ്ഞു നടക്കും, ഒരുത്തർ രാഷ്ട്രീയ നേതാവ് എന്നും പറഞ്ഞു നടക്കും. പിന്നെ എങ്ങനെ കൃഷി നടത്താനാ? നിനക്ക് അച്ചെടുത്ത് ചെയ്തുകൂടി? അങ്ങനെ ഒരു ആലോചന ഉണ്ട്. അവൻ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. എന്താ ഉദ്ദേശിച്ചത്? അല്ല, നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടേ. അല്ല, അതെന്താ ഒരു അർത്ഥം വെച്ച വർത്താനം? അല്ല, ഇപ്പോഴും വൈകുന്നേരം
നീ വിഷയം മാറില്ലേ? നീ അർത്ഥം വെച്ച എന്തോ പറഞ്ഞല്ലോ, അതെന്താന്ന് പറഞ്ഞിട്ട് നീ പോയാ മതി. എന്താ എന്നെ കുറിച്ച് നിനക്കറിയാം? എന്താ എന്നെ കുറിച്ച് നിനക്കറിയാം? അത് നീ പറഞ്ഞിട്ട് പോയാ മതി. നീ അതിന് എന്റെ പിന്നല്ലാണ്ട് നീ അർത്ഥം വെച്ച അങ്ങനെ പറയല്ലേ? അപ്പൊ ഞാൻ ഏറ്റെടുത്ത് നടത്തിയ എന്താ പ്രശ്നം? എന്താ നീ ഉദ്ദേശിച്ചത്? അത് പറ. നിന്റെ കഥകളൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാടാ. ഏത് കഥ? നീ അത് പറഞ്ഞിട്ട് നീ പോയാ മതി. ഏത് കഥ എന്നെ കുറിച്ച് അത് പറയാൻ? ഏത് കഥയാണ്? മറ്റേ ഗിരിജയുടെ ചേച്ചിയുടെ വസ്തു നീ അടിച്ചു മാറ്റിയില്ലടാ. അടിച്ചു മാറ്റിയൊന്നല്ല, പറഞ്ഞ കാശ് കൊടുത്തിട്ട് മേടിച്ചാ ഞാൻ. നീ എത്ര രൂപ കൊടുത്ത്? ഞാൻ പോസിറ്റീവ് അടിച്ചാന്നോ? ആരുടെ കാശ് കൊടുത്താന്നോ? നീ അവരെ വിളിച്ച് ചോദിച്ചോക്കടാ. പറഞ്ഞിട്ട് പോയാ മതി. ഞാനത് ഓസിക്ക് തട്ടി അങ്ങോട്ട് പോയപ്പോ അടയും ചക്കടം വരെ പോയല്ലേ? എന്ത് പിള്ളേരെ പോലെ അടി കൊടുത്തെന്തിനാ? അല്ലേ അവൻ പറയണ കേട്ടാവൻ. എന്താ ഈ ഗിരിജയുടെ ചേച്ചിയുടെ സ്വത്ത് ഞാൻ അടിച്ചു മാറ്റിയതാന്ന് പറഞ്ഞ കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞപ്പോ പിന്നെ വിശ്വാസം വരുന്നില്ല. ഇവിടെ നിൽക്കുന്നു, ചോദിച്ചോക്ക്. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. അവര് ചോദിച്ച പൈസ കൊടുത്തിട്ടാ ഞങ്ങൾ പ്രമാണം ചെയ്തത്. പൈസ കൊടുത്തന്നെ ഈ എങ്ങനെ നിന്റെ ഭർത്താവിന്റെ സൈഡിലടി നീ ഈ വക ഇങ്ങോട്ട് വന്നേ. ഗിരിജമായി നിങ്ങളെ അമ്മാനെ വിളിച്ചോണ്ട് പോയേ. പോ അങ്ങോട്ട്. എങ്ങനെ പോണേ? എടാ സരസ, നീ കിടന്ന് വഴക്കുണ്ടാക്കാതെ കയറി വാ. വേണമെങ്കിൽ ഒന്നും കഴിക്കുക, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ പോകാൻ നോക്കാം. ചെറുക്കന്റെ മേക്കിട്ട് കയറാം. അയ്യോ, ഞാൻ ആരെയും നാക്കിട്ട് കയറില്ല. ഞാൻ അങ്ങ് പോയേക്കാം. പൊന്നെ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോ എല്ലാം കൂടെ അങ്ങ് ഒത്തുകൂടിക്കോളും. ഞാനേ ഇവനെ പോലെ ഇവിടെ പെറ്റി കിടക്കുമ്പോഴൊന്നും പെറ്റി കിടക്കാനൊന്നുമില്ല. അല്ല, ഞാൻ 24 മണിക്കൂർ കൂടെ പെറ്റി കിടക്കാനില്ലേ. നിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഉള്ളത് ഞാൻ പറഞ്ഞാണ്. ചിറ്റപ്പനോട് ഇവിടെ എല്ലാവരും സ്നേഹമായിട്ടാണ് പെരുമാറിയത്. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ ചിറ്റപ്പൻ അങ്ങ് പോവാൻ നോക്ക്. എന്റെ പൊന്നെ, ഞാൻ ആരെവിടെയും വഴക്കുണ്ടാക്കാൻ പറഞ്ഞില്ലേ. വഴക്കും വെക്കാനൊന്നും ഇല്ലാത്ത വീടല്ലേ. ഞാൻ പോയേക്കാം. പോലീസാറും പറയില്ല. പോയേക്കാം. ഞാൻ പോയേക്കാം. ഒരു കാര്യം പറയാം. ഡേയ്, ഇവന്റെ സുനാമിയൊക്കെ കയറ്റി വെച്ചോണ്ടല്ലേ ഇവൻ നിങ്ങളെ വെട്ടിച്ച് ഈ വസ്തു അവൻ കൈക്കിലാക്കും. എന്റെ അമ്മ ഇവനെ ഞാൻ അല്ല, ഞാൻ കൊണ്ടുപോയി കിട്ടേണ്ട കേസാ. വീട്ടില് വന്നല്ലേ എന്തൊക്കെയാണ് പ്രശ്നം? നീ ആരത് പരിഹരിക്കാൻ വന്നാണ്? നീ ആദ്യം നിന്റെ കാര്യം നോക്കടാ. നീ അവന്റെ തോളത്ത് കയറിക്കോ. പോട്ടെ. ഞാൻ പറയുന്നത് വൈകുന്നേരമായിട്ട് പോണം. ഇപ്പൊ നാളെ രാവിലെ കാപ്പി കുടിച്ചിട്ട് പോയാ പോരെ? എന്താ ഇന്നിപ്പോ ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം പ്രത്യേകിച്ച്? എല്ലാരും ഇല്ലേ? അല്ലടാ, നിനക്ക് ഇന്ന് തന്നെ പോണോ? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്റെ ചേച്ചി ഇന്ന് നമ്മുടെ അമ്പലത്തിൽ കൊടിയേറിയ ദിവസമല്ലേ? ഒന്ന് സമാധാനമായിട്ട് തൊഴുകണം. പിന്നെ എന്തോ ബാലുണ്ട് ഇത്ര, അതും കണ്ടിട്ട് പതുക്കായിട്ട് പോവാലോ. വാ. ക്ലീറ്റോ, മാമൻ ഇറങ്ങാ. ഇറങ്ങിയമ്മാവാ. ആ പിന്നെ മറ്റേ ആ സരസൻ ചെറ്റപ്പൻ ഉണ്ടല്ലോ, ചെറ്റപ്പൻ. അങ്ങനെ ഇനി എങ്ങാനും കാണണമെങ്കിൽ ഒന്നും പറയാൻ പോണ്ട, അതങ്ങ് വിട്ടേരെ. അയ്യോ, ഞാനൊന്നും പറയണില്ലേ. ഇനി അഥവാ അവനെങ്ങാനും എൻ്റെ അടുത്ത് ചൊറിയാൻ വന്ന ഈ ചീരടലിൽ പുഴുല്ലേ, അതിനെ ഞരടണ പോലെ ഞരടും ഞാൻ. ഞരടയും പിച്ചയൊന്നും വേണ്ടെന്നേ. നമ്മൾ നമ്മളായിരുന്നു ഇരുന്നാ പോരെ, വെറുതെ എന്തിനാ ആവശ്യമില്ല ബന്ധുക്കളും. അല്ലെങ്കിൽ അവൻ എന്നെ അറിയാം, അവൻ്റെ മുമ്പിൽ പെടാനൊന്നും പോണില്ല. വാടി പോവാ. പുഴു വരുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നീ ഞരണ്ടിക്കോ. അയ്യോ, ഇതിനെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? ഒന്നും പറയണ്ട. ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ ബാറിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോഴേ അവിടെ ഭയങ്കര ബഹളം. ചെന്ന് നോക്കിയപ്പോൾ ഈ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയാ കനകം പോലീസിന്റെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊരു ബഹളം. അപ്പം വെള്ളം ആയതുകൊണ്ട് അയക്ക് കൊണ്ടുവരാൻ ഒരു പേടി. അപ്പം ഞാൻ പറഞ്ഞു ഈ വീട്ടിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഗിരിരാജനെ കണ്ടെന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന്. അങ്ങനെ കൊണ്ടുവന്നേ. നിന്റെ ചരിത്രം മൊത്തത്തിൽ ഞങ്ങളെ വിളമ്പിട്ട് വിളമ്പടാ. എന്നെ അടിക്കാൻ പറഞ്ഞു. പിന്നെ നിന്നെ അടിക്കാണ്ട് ഞാൻ എന്നെ അടിക്കാൻ? നീ ആരെന്നെ അടിക്കാൻ? ഞാൻ ആരാന്ന് കാണിച്ചാരാ. വാടാ വാ.